ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മുടെ ഇന്നത്തെ സെഷൻ വന്നിട്ട് ലൈഫ് സ്കിൽസിൻ്റെ ആക്ടിവിറ്റി 4 ആണ്. ഇത് ബേസിക്കലി നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ ഇതിൽ ഓരോ സ്റ്റുഡൻറ്റും 3 പ്രൊഫഷണൽസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3 പ്രൊഫഷണൽസ് കഴിയുന്നതും 3 മേഖലയിൽ നിന്നാവാൻ നോക്കുക. ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് ഓർഗനൈസേഷൻസിൽ നിന്ന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻ ദ സെൻസ് ഒരാൾ അക്കാഡമിക് ഇതിൽ നിന്നാണ്, ഒരാൾ NGOയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു IT സെക്ടറിൽ നിന്നോ വേറെ എന്ത് സെക്ടറിൽ നിന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൺടർപ്രണേഴ്സ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഹുവർ ഇറ്റ് മേ ബി ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് അവരെ നമ്മൾ ഒരു നെറ്റ്വർക്കിംഗ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അവരുമായിട്ട് എടുക്കുക. അവരിൽ നിന്ന് ഇൻട്രാക്ഷനിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് എന്താണെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കണം. ഇതാണ് ഒരു ഓവറോൾ വ്യൂ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് വീക്കിൽ നമ്മൾ എമ്പതിയുടെ പ്രസന്റേഷൻ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിന് ക്ലാസ് റൂമിൽ വേറെ ടൈം ഇതിനു വേണ്ടി സ്പെസിഫിക് കിട്ടില്ല. സോ നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഇത് പാരലലായിട്ട് നടത്തിയിട്ടുണ്ടാവണം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് 3 മാർക്ക് ഈ കറസ്പോണ്ടിങ് പ്രൊഫഷണൽസിനെ ചൂസ് ചെയ്യുന്നതിലാണ്. സോ നിങ്ങളത് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, ഇന്നയാളെ എന്തിന് ചൂസ് ചെയ്തു, ആൻഡ് എഗെയിൻ ഇയാളുടെ ഇത് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും, ആ വക കാര്യങ്ങൾ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ സെലക്ഷൻ, ഈ ഡൈവേഴ്സിറ്റി ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 മാർക്ക് വരുന്നത് ആ ഡൈവേഴ്സ് ചോയ്സിൽ നിന്നായിരിക്കും, ഒരേ സെഗ്മെന്റിൽ നിന്ന് ചൂസ് ചെയ്യാതെ ഇരിക്കുന്നതിന്. സെക്കൻഡ് തിങ്, ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പ്ലേസ് സ്കിൽസ് ഒക്കെ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാൻ, പിന്നെ അവർ എന്തൊക്കെ ചെയ്തിരുന്നു, അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ, ഇവയൊക്കെ കാര്യങ്ങൾ പ്രൊഫഷണൽ ഗ്രോത്ത് ബേസ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഇന്ററാക്ഷനിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതും തേർഡ് വീക്കിൽ തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും, ഈതർ ത്രൂ മെയിൽ അല്ലെങ്കിൽ ഒരു വോയിസ് കോൾസ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ക്ലിയർലി അക്വയർ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇതിന് ഇൻട്രാക്ഷന് 3 മാർക്ക് ഉണ്ട്. സോറി, ഇൻട്രാക്ഷൻ വന്നിട്ട് 4 മാർക്ക് ഉണ്ട്. ആദ്യത്തേന് 2 മാർക്കാണ്, ഇൻട്രാക്ഷൻ വന്നിട്ട് 4 മാർക്കാണുള്ളത്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ്റെ അകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. ഐ മീൻ ആസ് പെർ മൈ ഒപ്പീനിയൻ. എല്ലാവർക്കും അതിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻട്രാക്ഷനിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി ഒരു മിനിറ്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഒരു റിപ്പോർട്ട്, ഈ ഡിസ്കഷനെ ബേസ് ചെയ്തൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഗ്രൂപ്പ് ഡിസ്കഷന് ഒരു നമ്മൾ ഇന്ററാക്ട് ചെയ്ത് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് 2 മാർക്കും. ആൻഡ് അഗെയിൻ നമ്മുടെ ഇൻഡിവിജ്വൽ ഇതിൽ ഗ്രൂപ്പ് റിപ്പോർട്ടാണ്. ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള, ഇപ്പം ഒരു ഗ്രൂപ്പിൽ 6 മെമ്പേഴ്സും അവർ 3 പ്രൊഫഷണൽസിനെ വീതം കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 18 പ്രൊഫഷണൽസിന്റെ ഇന്ററാക്റ്റീവ് സെഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിന് ഒരു ഗ്രൂപ്പിലെ ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് അവരുടെ 3 പ്രൊഫഷണൽസിന്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. അതിന് 3 മാർക്സ് ആണ് ഉള്ളത്. Now, ഇത് ഞാൻ പറഞ്ഞു നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ വക സ്കിൽസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലിങ്ക്ഡിൻ വഴിയോ മെയിൽ വഴിയോ അല്ല നിങ്ങൾക്ക് ആലുമിനീസ് വഴിയോ അല്ല ഇന്റേൺഷിപ്പിന്റെ ഓഫർ ചെയ്യുന്ന കമ്പനീസ്, അങ്ങനെ ഏത് സെക്ടറിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് തോന്നിയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് അഗെയിൻ ഇതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം എന്നുള്ളതിലാണെങ്കിൽ വർക്ക് പ്ലേസ് ഇൻഫർമേഷൻ ആണ് മെയിൻലി. ആദ്യം തന്നെ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആൻഡ് അഗെയിൻ സ്കിൽസ് ആൻഡ് ടൂൾസ്. ഇപ്പോൾ നെക്സ്റ്റ് തിങ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട സ്കിൽസ് ആൻഡ് ടൂൾസ്, 3 to 5 ടെക്നിക്കൽ സ്കിൽസ് ഓർ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആസ് ഓഫ് നോ അവരുടെ കറസ്പോണ്ടിങ് ഫീൽഡിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ടൂൾസ് എന്ത്, പ്ലാറ്റ്ഫോംസ് എന്ത്, സർട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്താൽ നന്നായിരിക്കും, ഈ വക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. എംപ്ലോയബിലിറ്റി ടിപ്സ്, ബിടെക് ടൈമിൽ അവർ എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ ഏർലിയർ ആയിട്ട് നമ്മൾ എന്ത് ഹാബിറ്റ് ബിൽഡ് ചെയ്താലാണ് നമുക്ക് പ്രൊഫഷണലി ഗ്രോത്തിന് അത് സപ്പോർട്ട് ചെയ്യുക. ആസ് ഓഫ് നോ എന്തെങ്കിലും അഡ്വൈസ് ബിടെക് സ്റ്റുഡൻസിന് ജനറലായിട്ട് കൊടുക്കാനുണ്ടോ. നെക്സ്റ്റ് ചാലഞ്ചസ് ആൻഡ് ഗ്രോത്ത്, അവരുടെ ആ കരിയറിലേക്ക് കൊണ്ടിരുന്നപ്പോൾ ഏർലി ടൈമിൽ അവർ ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ്, ആസ് ഓഫ് നൗ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. പിന്നെ ഈ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൽ എന്തൊക്കെയാണ് അവർ പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ അവർ എന്തൊക്കെ ചെയ്തിരുന്നു. സജഷൻസ്, ആസ് ഓഫ് നോ എന്ത് ആക്ടിവിറ്റീസ് ആണ് എംപ്ലോയബിലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്നത്. ആൻഡ് മിസ്റ്റേക്സ്, ഒബ്വിയസ്ലി അവർ ചെയ്തിരിക്കുന്നതിൽ മിസ്റ്റേക്സ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്ത് പിന്നീട് കറക്റ്റ് ചെയ്ത കാര്യങ്ങൾ, അത് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ. നൗ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊക്കെ ഇന്ററാക്റ്റീവ് സെഷൻസിൽ വന്നാൽ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഡീഷണൽ കാര്യങ്ങൾ ധൈര്യമായിട്ട് ആഡ് ചെയ്യാം, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ റിലേറ്റഡ്.
ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതിനെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പോലെ ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്ത് കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരേ സെഗ്മെന്റിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞ ഇപ്പം ഒരേ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും IT സെക്ടർ ആണെങ്കിൽ ഇന്ന സെക്ടറിൽ നിന്ന് പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ വന്നിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എന്താണ്? അതുപോലെ എല്ലാവർക്കും മിസ്റ്റേക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് കീ ടേക്ക് അവേസ് അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് പോലെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ആൻഡ് റിപ്പോർട്ട് സ്ട്രക്ചർ. ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അതിൽ ഇൻട്രൊഡക്ഷൻ, ഏത് പ്രൊഫഷണൽസിനെയാണ് അവർ ചൂസ് ചെയ്യുന്നത്, ഏത് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട്സ്, ആൻഡ് അഗെയിൻ അതിൽ നിന്ന് എന്താണ് ഈച്ച് ഇന്റർവ്യൂവിൽ നിന്ന് എന്ത് കീ ലേണിംഗ് ആണ്, ടേക്ക് അവേ ആണ് അവർക്ക് ഉണ്ടായിരുന്നത്, സമ്മറി എന്താണ് കോമൺ ആയിട്ടുള്ള തീമിൻ്റെ, ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തതിൽ നിന്നുള്ള മിനിറ്റ്സ് എന്താണ്, അഗെയിൻ പേഴ്സണൽ റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ പ്ലാൻ. ഇതനുസരിച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, എന്ത് സെക്ടർ പഠിക്കണമെന്നോ, എന്താണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ടർ തോന്നിയത് എന്താണ്, ഈ വക കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ ഇതിന് ഒരു 20, 40, 10 എന്നുള്ള രീതിയിലാണ് മാർക്ക് സ്പ്ലിറ്റപ്പ് ഞാൻ കൊടുത്തിരുന്നത്. ഇതും ടീച്ചേഴ്സിന് മാറ്റാം, ഒരു ഇഷ്യൂ ഇല്ല. ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു മാർക്ക് സ്പ്ലിറ്റപ്പ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. നെക്സ്റ്റ് തിങ്, 2 ആക്ടിവിറ്റിയും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, 4.5 ആൻഡ് 4.6. ഈ 4.5 ഒരു റോൾ പ്ലേ ആണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കിട്ടിയതിനെ ബേസ് ചെയ്തിട്ട് ഒരു റോൾ പ്ലേ, അതിപ്പോൾ ഒരു വർക്ക് എത്തിക്സ്, ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആവാം. ചിലപ്പോൾ ഒരു കോളേജിൽ ഒരു ടീച്ചറിനെയാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തെങ്കിൽ ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റോൾ പ്ലേ ആയിട്ട് ഓരോ ഗ്രൂപ്പും പ്രസന്റ് ചെയ്യുക. ഇത് ക്ലാസ് ടൈമിലാണ് ചെയ്യുന്നത്. ആൻഡ് അഗൈൻ അത് മാത്രമാണ് ഈ 4th ആക്ടിവിറ്റിയിൽ ക്ലാസ് ടൈമിൽ വരുന്ന ഒരു സെഗ്മെന്റ്. ഇത് 5th വീക്കിൽ ചെയ്ത് തീരേണ്ട, 5th വീക്കിനകം തീരേണ്ടതാണ്. 4 മാർക്കാണ് അതിലുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വർക്ക് പ്ലേസ് ഡൈനാമിക്സ് കാണിക്കുന്ന ഒരു റോൾ പ്ലേ. ഇപ്പോൾ ഞാനൊരു IT സെക്ടറിലെ സെഗ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു ടീമിനെ കാണിക്കുന്നു, ടൈറ്റിൽ ഡെഡ്ലൈനിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ടീം മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, ആൻഡ് അഗൈൻ ഒരു ക്ലയന്റ് മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് സെഷൻ ആവാം, ഫീഡ്ബാക്ക് ആൻഡ് ക്രിറ്റിസിസം എടുക്കുന്ന സെഷൻ ആവാം. എന്തും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചെറിയ 5 to 7 മിനിറ്റ്സ് ആണ് മാക്സിമം നമുക്ക് ഇതിന് ഇത് പറയുന്നത്, പ്രസന്റിങ് ടൈം. അപ്പം അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ വർക്ക്ഔട്ട് ചെയ്താൽ മതിയായിരിക്കും, നമുക്ക് ഈ ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ റോൾ അസൈൻമെന്റ്, ഒരു പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ ജൂനിയർ 2 മെമ്പേഴ്സ്, ഒരു സീനിയർ മെന്റർ ഓർ എഞ്ചിനീയർ ഉണ്ടാവാം, ഒരു ക്ലയന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ, HR ഉണ്ടാവാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, 5 to 7 മിനിറ്റ്സിലായിരിക്കും എടുക്കുന്നത്. ഇതിലും കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയുണ്ടായിരുന്നു, സ്കിൽസ് എന്ത് യൂസ് ചെയ്തു, കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ജഡ്ജിങ്ങിന് വേണ്ടി ടീച്ചേഴ്സിനാണെങ്കിലും യൂസ് ചെയ്യാം. ഓറൽസ് ഇത് മീറ്റപ്പ് ചെയ്യാനായിട്ടാണ് സ്റ്റുഡൻസ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറഞ്ഞിരുന്നു, ഒരു പേഴ്സണൽ ഗോൾ സെറ്റിംഗ് ആൻഡ് ആക്ഷൻ പ്ലാൻ ആണ് 4.6 സബ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് അവരുടെ ഒരു കരിയർ ഗോൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓരോ ഇയറിൽ അല്ലെങ്കിൽ ഓരോ സെമിസ്റ്ററിൽ അവർ എന്തൊക്കെ അക്വയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ഫോർകാസ്റ്റിംഗ് എന്നുള്ള രീതിയിലുള്ളൊരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഞാനിപ്പം കോഡിംഗ് ക്ലബ്ബിൽ ചേരുന്നു, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം എനിക്ക്. അപ്പോൾ ആ കോഡിംഗ് ക്ലബ്ബിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ്, ഏത് ലാംഗ്വേജ് ആണ് ആദ്യത്തെ സെമിസ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കൂടെ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ നോക്കും. ലിങ്ക്ഡിനിൽ യൂസ് ചെയ്തിട്ടോ ബുക്സ് വഴിയൊക്കെ ആയിട്ട് ഇതായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്ന ജസ്റ്റ് ഒരു ആക്ഷൻ പ്ലാൻ. ഇനി ഇതോടുകൂടി ഓരോ സെമിസ്റ്ററിലെയും സെൽഫ് അവയർനെസ് ചെക്ക് നടത്തി ഒരു സെമിസ്റ്ററിൻ്റെ എൻഡിൽ ഒരു സെൽഫ് അവയർനെസ് ഇത് മീറ്റപ്പ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നതാണ്. 10, 5, അത് അതും ഇൻഡിവിജ്വലി നിങ്ങളിപ്പം റോൾ പ്ലേയിലാണ് കൊടുക്കുന്നതെങ്കിൽ റോൾ പ്ലേനെ ബേസ് ചെയ്തുള്ള ഒരെണ്ണമാണ്. ഞാൻ ജസ്റ്റ് ഈ 2 മാർക്ക് 1 മാർക്കിനൊക്കെ ജഡ്ജ് ചെയ്യുന്നതിലും എളുപ്പമായിരിക്കും 10, 5 എന്ന് ഇടുന്നതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്തിരിക്കുന്നത്. സ്കെയിൽ ഡൗൺ ചെയ്ത് തന്നെ വേണമെങ്കിൽ ചെയ്യാം, അതിലും ഒരു ഇഷ്യൂ ഇല്ല. നെക്സ്റ്റ് ഇതിൻ്റെ ഡെലിവറബിൾസ്, റോൾ പ്ലേയുടെ പെർഫോമൻസ് ഇൻ ക്ലാസ് ഓർ റെക്കോർഡഡ് എന്നുള്ള രീതിയിലാണ്. ഇൻ ക്ലാസ് ആണ് ഏറ്റവും നല്ലത്. റെക്കോർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിൽ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾ സെറ്റിംഗ് ഷീറ്റ്. ഈ ആക്ടിവിറ്റി, ഈ 4th ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ ഈ 2 കാര്യങ്ങളും പിന്നെ നമ്മുടെ മിനിറ്റ്സ്, ആദ്യത്തെ സെഗ്മെന്റിൽ ആദ്യത്തെ 4 എണ്ണത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു റിപ്പോർട്ട് സബ്മിഷനും ഉണ്ടാവണം. ഐ ഹോപ്പ് 4th ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.